യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സമ്പത്തിൻ്റെയും അറിവിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ മേന്മയിലും മേന്മയില്ലായ്മയിലും വില കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നാമൊക്കെ. വിലയുണ്ടായിട്ടും അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു ഗണം, ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്ന മറ്റൊരു ഗണം. ഇരുകൂട്ടരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥമായ വില എന്നാൽ ദൈവത്തെ അറിയുക എന്നതാണ് എന്ന്. ക്രിസ്തുവിൻ്റെ അനുയായിയാകുവാൻ വിളിക്കപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ വിളി. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുമ്പോഴും ആ വിളിയുടെ, ആ തിരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ, ആ വിളിയുടെ വിലയിലേക്ക് ഉയരുവാൻ നമുക്കെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ്മ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. നമുക്ക് ദൈവവചനത്തിനായി കാതോർക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ക്രിസ്ത്യാനികൾ തങ്ങളുടെ നിലയും വിലയും അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുന്ന സമയമാണ്. ആ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും ആ വചനം സ്വീകരിക്കപ്പെടുമ്പോഴും അവിടുന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളെന്ന നിലയിൽ, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ഞങ്ങളുടെ നിലയും വിലയും മനസ്സിലാക്കി ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ഏതൊരു ക്രിസ്ത്യാനിയും തങ്ങളുടെ നിലയും വിലയും അറിഞ്ഞിരിക്കണം, അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാനുള്ള കാരണം, ഒരിക്കൽ ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സാധു കുടുംബം സംസാരിച്ചു വന്നപ്പോൾ ആ കുടുംബനാഥ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കെന്താ വിലയുള്ളത്, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടും കൂലിപ്പണി ചെയ്തും എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് നയിക്കാൻ വിളിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ഞങ്ങൾക്ക്, ഈ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത കയറി വരാം. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം ലഭിക്കാതെ പോയത്, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. മറ്റു ചിലർക്ക് ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ്
അവർക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന 1-2 വചനഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. ഈ വചനത്തിൽ ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമായ ചില പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പത്രോസ്ലീഹ പറയുകയാണ്, ക്രിസ്ത്യാനികളെ, നിങ്ങൾ രാജകീയ പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ്. നിങ്ങൾ വിശുദ്ധ ജനതയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുമാത്രം വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം എത്രമാത്രം നമുക്കുണ്ട്, മുഖകാന്തി നമുക്കുണ്ടോ, ശാരീരികമായിട്ട് ഹൈറ്റും വെയ്റ്റും നമുക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. വീണ്ടും പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരണിയുന്ന ആഭരണങ്ങളോ അവർ ധരിക്കുന്ന വസ്ത്രമോ അതല്ലെങ്കിൽ അവരുടെ ബാഹ്യമായ സൗന്ദര്യമോ അതല്ല അവരുടെ ഭൂഷണം. പത്രോസ്ലീഹ പറയുകയാണ്, മറിച്ച് പരിശുദ്ധാത്മാവിനെ അണിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശാന്തത, സൗമ്യത, ഇതൊക്കെയാണ് നിങ്ങളുടെ അലങ്കാരം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ അണിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് വില നൽകുന്ന കാര്യം. ഇതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികളെ, ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളെ പോലും, ക്രിസ്ത്യാനിയുടെ തലക്കെട്ടുള്ള ആ വ്യക്തികളെ പോലും 2 ഗണമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. 1-ാമത്തെ ഗണം ദൈവത്തെ അറിയാതെ വിജാതീയരെ പോലെ ജീവിക്കുന്നവരുടെ ഗണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ അധമ വികാരങ്ങൾക്ക് വിധേയരാകരുത്. ദൈവത്തെ അറിയാത്തവരെ വിജാതീയരായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരായിരിക്കാം, സംസാരിച്ചിട്ടുള്ളവരായിരിക്കാം. കളറ് കുറഞ്ഞാൽ വിജാതീയനായിട്ട് കാണുക, വലിയ പാരമ്പര്യം പറയാനില്ലെങ്കിൽ വിജാതീയനായിട്ട് കാണുക, അതൊക്കെ മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാത്തവർക്കും പാരമ്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോ കുടുംബമാഹാത്മ്യത്തെക്കുറിച്ചോ പറഞ്ഞോ അഭിമാനിച്ച് നടക്കാൻ സാധിക്കും. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ അറിയാത്തവരാണ് വിജാതീയർ. നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നാം പെടുന്ന ഗണം വിജാതീയരുടെ ഗണത്തിലാണ്. 2-മതൊരു ഗണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ദൈവത്തെ അറിഞ്ഞ് രാജകീയ പുരോഹിത ഗണമായി ജീവിക്കുന്നവർ. നമുക്കറിയാം, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഏതാനും ചില കാര്യങ്ങൾ 1-2 പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, കുറച്ച് പ്രസംഗം കേട്ടിട്ടുണ്ട്, ധ്യാനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവരായി നമ്മൾ മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞവരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിരന്തരമായ ഒരു വ്യക്തിബന്ധം ഉണ്ടാകണം. ദൈവത്തിൽ വസിക്കുകയും ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരവസ്ഥ. നമുക്കറിയാലോ,
പരിശുദ്ധ കന്യാമറിയം സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സാധ്യമാകും? ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നത് ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സാധ്യമാകും? ഒരു ബന്ധം, ആഴമായൊരു ബന്ധം, വ്യക്തിബന്ധം ദൈവവുമായിട്ട് നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നവരായിട്ട് മാറുക. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തവർ വിജാതീയരാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എത്ര പേര് ഈ പാപം പറഞ്ഞ് കുമ്പസാരിക്കാൻ പോകും? ദൈവത്തെ അറിയാൻ കിട്ടിയ അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ല. എനിക്കിന്നും കാര്യമായിട്ട് ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ല, വചനത്തെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് എൻ്റെ അലസത മൂലം, എൻ്റെ സ്വാർത്ഥത മൂലം ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ പോയി എന്നും പറഞ്ഞ് കുമ്പസാരിക്കാൻ എത്ര പേര് പോവും? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തവർ ആ അവസ്ഥയിൽ മരിച്ചാൽ പാപത്തിൽ മരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. നമ്മൾ ഏത് ഗണത്തിൽ, ഏത് വംശത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് വിലയുണ്ട്, നിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയും. ക്രിസ്ത്യാനികൾ അവരുടെ വില കണ്ടുപിടിക്കേണ്ടത് സാമ്പത്തികമായിട്ട് അവർക്ക് എത്രമാത്രം ഉയരാൻ പറ്റി, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അവരെത്ര മുൻപന്തിയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിലല്ല. ഒരു ക്രിസ്ത്യാനിയുടെ വില ക്രിസ്തുവിൻ്റെ വിലയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വില ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. കാരണം ഓരോ ക്രിസ്ത്യാനിയും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് കൽപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തിനും ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കും അമിതമായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 5 കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ട് കാണാൻ പോവുകയാണ്. ക്രിസ്ത്യാനികൾ എപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുക? അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമുക്കറിയാലോ, വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അതനുസരിച്ച് ആ വിഷം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കള്ള് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ കള്ള് നമ്മുടെ ശരീരത്തിൽ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മെഡിസിൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ മെഡിസിൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. എങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാൻ, ക്രിസ്തുവിനെ പോലെ പെരുമാറാൻ, ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും കഴിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനി ലക്ഷ്യം വയ്ക്കേണ്ടത് അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കണം എന്നുള്ള കാര്യമാണ്. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ മനോഭാവം. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ 3 മുതലുള്ള വചനങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വചനം ഓർമ്മിപ്പിക്കുകയാണ്. മാത്സര്യമോ, മത്സരബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യരുത്. വ്യർത്ഥാഭിമാനത്തിൽ, ദുരഭിമാനത്തിൽ ഒന്നും ചെയ്യരുത്.
പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഭിമാനിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് വക ക്രിസ്തുവാണ്. അഭിമാനിക്കുന്നവർ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ഇന്ന് ഈ യേശു ക്രിസ്തുവിലാണോ, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ധരിക്കുന്നതിലാണോ, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിലാണോ നമ്മുടെയൊക്കെ അഭിമാനം? അതോ ലോകത്തിൻ്റേതായ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ദുരഭിമാനികളായി ജീവിക്കുന്ന വ്യക്തികളാണോ നമ്മളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണം. 5-ാമത്തെ വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. 4-5 വ്യക്തികൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ ആ 5 വ്യക്തികൾക്ക് ഈ മനോഭാവം ഉണ്ടെങ്കിൽ അതല്ലേ സ്വർഗം? ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒന്നിച്ചു വരുന്ന 50 പേർക്ക്, അതിൽ 50 പേർക്കില്ലേലും ഭൂരിഭാഗം പേർക്കെങ്കിലും ഈ മനോഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ സ്വർഗം കാണാൻ പറ്റില്ലേ? അവിടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റില്ലേ? നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വയ്ക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മൾ ധരിക്കണം. 3-ാമതായിട്ട് കർത്താവ് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകാൻ ആ വ്യക്തിക്ക് സ്നേഹം അവരുടെ ജീവിത ലക്ഷ്യമാകണം. സ്നേഹം അവരുടെ ജീവിത നിയമമായിട്ട് മാറണം. ഈ 2 കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 കൊറിന്തോസ് 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊറിന്തോസ് 13-ാം അധ്യായം മുഴുവൻ നൽകുന്ന കാതലായ സന്ദേശം, മറ്റെന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, മറ്റെന്തെല്ലാം നമ്മൾ നേടിയെടുത്താലും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ഫലശൂന്യം. സ്നേഹമില്ലെങ്കിൽ അതെല്ലാം വട്ടപൂജ്യം. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ വായിച്ചാൽ, ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഏക നിയമം പരസ്പരം സ്നേഹിക്കുക. പൗലോസ്ലീഹ പറയുകയാണ്, ആ ഒരു നിയമത്തിൽ ബാക്കി എല്ലാ നിയമങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം സ്നേഹമായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയെ നയിക്കുന്ന നിയമം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം എന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. 4-ാമത്തെ കാര്യം, യേശുവിനെ, പിതാവായ ദൈവത്തെ അറിഞ്ഞ് അറിവിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഒരു വചനഭാഗം ഞാൻ വായിക്കാം. 1 കൊറിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവ്വവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവ്വവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഏക ദൈവം, ഏക കർത്താവ്. ഈ കർത്താവിനെ അറിഞ്ഞ് ആ അറിവിൽ ജീവിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. 5-ാമത്തെ കാര്യം, അവസാനമായിട്ട് നമുക്ക് കാണാവുന്നത്, ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുമ്പോഴാണ്. ഗലാത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം പൗലോസ്ലീഹ പറയാണ്, ഞാൻ എൻ്റെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ കാണുന്നവർ മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മളെ കാണുന്ന ഒരവസ്ഥയുണ്ടാകും. അവിടെയാണ് ഓരോ ക്രിസ്ത്യാനികളും എത്തേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയം വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആ വലിയ അഭിഷേകം ഏറ്റെടുക്കുവാൻ ഒരുങ്ങുകയും ചെയ്യാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ നസ്രായനായ യേശു ക്രിസ്തു ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. നമുക്ക് ആ ദൈവത്തെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ജീവിതം സമർപ്പിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമല്ലേ? ഈശോയിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിനെ കാണുന്നത് നമുക്ക് ആസ്വാദ്യമാകട്ടെ. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ ദിവ്യ സ്വരം ശ്രവിക്കുന്നത് നമുക്ക് ആസ്വാദ്യമാകട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം ലയിച്ചിരിക്കുന്നത് നമുക്ക് ആസ്വാദ്യമാകട്ടെ. ആരാധനയുടെ നിമിഷങ്ങൾ, സ്വർഗീയ നിമിഷങ്ങൾ, ഹൃദയഭാരം ഇറക്കി വയ്ക്കുവാനുള്ള സമയം, നിലവിളിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള സമയമാണ്. ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ അൾത്താരയിൽ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ പക്കലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകിയ സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ കൂപ്പി ആദരവോടെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഒരു ക്രിസ്ത്യാനി തൻ്റെ നിലയും വിലയും മനസ്സിലാക്കിയിരിക്കണം. കൊളോസസ് 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം പറയുന്നു, ഒരു ക്രിസ്ത്യാനിയുടെ വില ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കുന്നതിലൂടെയാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വില കണ്ടെത്താൻ നമ്മൾ ആരുടെയെങ്കിലും വാക്കുകളിൽ ആശ്രയിക്കേണ്ടതില്ല. ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുന്നത് നോക്കി നടക്കേണ്ടതില്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമുണ്ട്. ഞാൻ ആ ദൈവത്തിൽ വസിക്കുന്ന വ്യക്തിയാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ വില നൽകുന്ന കാര്യം. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ബാഹ്യമോടികളായ അതല്ല നമുക്ക് പ്രധാനപ്പെട്ടത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിലൂടെ നമുക്ക് വലിയ വിലയുണ്ടാകുന്നു. ആ ഒരു ബോധ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അജ്ഞതയിൽ നമ്മൾ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കാം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കൊരു വിലയുമില്ല, അങ്ങനെയൊക്കെ സംസാരിച്ച് നിരാശപ്പെട്ടിരുന്ന സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമുക്ക് ഈശോയിലേക്ക് തിരിയാം. കർത്താവേ, അങ്ങാണ് എൻ്റെ വില. കർത്താവേ, അങ്ങാണ് എൻ്റെ ആനന്ദം. അങ്ങാണ് എനിക്ക് സൗഖ്യം നൽകുന്നത്. അങ്ങാണ് എന്നെ കൈപിടിച്ച് നയിക്കേണ്ടത്. എനിക്ക് അങ്ങ് മതി, അങ്ങ് മാത്രം മതി. ഈ ബോധ്യത്തോടെ കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം.
വൈദികരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഹൃദയാഭിലാഷങ്ങളും ദൈവത്തെങ്കിലേക്ക് ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരുണ്യവനായ കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയ ജനമാണ് കർത്താവേ. വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കൊച്ചാഗ്രഹങ്ങൾ പോലും അവിടുന്ന് നിറവേറ്റി കൊടുക്കണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങ് കടന്നു വന്ന് ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും വിടുതലും വിശുദ്ധീകരണവും സൗഖ്യവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ